Hi dears, today we will discuss about bond convexity and immunization. Introduction. One of the limitations of bond duration as an interest rate or price sensitivity is that it is a linear measure. That is, it assumes that for a certain percentage of a change in interest rate, that an equal percentage change in price will occur. However, as interest rate change, the price of bond will not change linearly. Instead, it would change over some curved or convex. So one of the limitations of bond duration as an interest rate or price sensitivity measure, നമ്മൾ എന്താണ് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് മെഷർ അല്ലെങ്കിൽ എന്താണ് പ്രൈസ് സെൻസിറ്റിവിറ്റി മെഷർ എന്നുള്ള രീതിയിൽ ബോണ്ട് ഡ്യൂറേഷൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതൊരു ലീനിയർ മെഷറാണ് എന്നുള്ളതാണ്. അതായത് it assumes that for a certain percentage of a change in interest rate that an equal percentage changes in price will occur. അതായത് ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുമ്പോൾ അതേ പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ചേഞ്ച് തന്നെയാണ് എവിടെ ഉണ്ടാകുന്നത്, പ്രൈസിലും ഉണ്ടാകുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത്, ബോണ്ട് ഡ്യൂറേഷൻ എന്ത് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഒരേ ലൈനാണ്, അതിനെക്കൊണ്ടാണ് നമ്മളതിനെ ലീനിയർ എന്ന് പറയും. ലീനിയർ മെഷറാണ് എന്ന് പറയാനുള്ള കാരണം ഒരേ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അത് മാറുന്നത് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഹൗവർ എന്നിരുന്നാലും ആസ് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ദ പ്രൈസ് ഓഫ് ബോണ്ട് വിൽ നോട്ട് ചേഞ്ച് ലീനിയർലി. എന്താണ് അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും എന്ത് ചെയ്യിക്കൊള്ളുന്നില്ല, ഈ പ്രൈസ് എന്ത് ചെയ്യണമെന്നില്ല, ലീനിയറായിട്ട് ചേഞ്ച് ചെയ്തോളണമെന്നില്ല. സോ ഇറ്റ് വുഡ് ഓവർ സം കർവ്ഡ് എന്നാണൊരു കർവ്ഡ് ഷേപ്പിൽ അല്ലെങ്കിൽ കോൺവെക്സ് ആയിട്ട് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നോക്കുക, കോൺവെക്സിറ്റി ഈസ് എ മെഷർ ഓഫ് ദ കർവേച്ചർ ഓർ ദ ഡിഗ്രി ഓഫ് ദ കർവ് ഇൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോണ്ട് പ്രൈസസ് ആൻഡ് ബോണ്ട് yield. കോൺവെക്സിറ്റി ഈസ് എ മെഷർ ഓഫ് ദ കർവേച്ചർ എന്ന ഡിഗ്രി ഓഫ് ദ കർവ്, എത്ര കർവ് ഉണ്ട് അല്ലെങ്കിൽ കർവിൻ്റെ ഡിഗ്രി എത്രയുണ്ട് എന്ന് മെഷർ ചെയ്യുക. ഏത് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ, ബോണ്ട് പ്രൈസും ബോണ്ട് yielഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഹൗ കർവ് ഓർ ഹൗ മച്ച് കർവ്ഡ് എന്നുള്ളത് എന്ത് ചെയ്യുക, മെഷർ ചെയ്യുന്ന ഒരു മെഷറാണ് എന്ത് കോൺവെക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോൺവെക്സിറ്റി ഡെമോൺസ്ട്രേറ്റ് ഹൗ ദ ഡ്യൂറേഷൻ ഓഫ് എ ബോണ്ട് ചേഞ്ചസ് ആസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ് എന്നാണ്. കോൺവെക്സിറ്റി നമ്മൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഡ്യൂറേഷൻ, ഹൗ ദ ഡ്യൂറേഷൻ ഓഫ് എ ബോണ്ട് ചേഞ്ചസ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് മാറുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡ്യൂറേഷനിൽ എങ്ങനെയാണ് എന്തുണ്ടാകുന്നത്, മാറ്റമുണ്ടാകുന്നത് എന്നാണ് കോൺവെക്സിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നത്, കാണിച്ചു തരുന്നത്. The portfolio manager will use convexity as a risk management tool to measure and manage the portfolio's exposure to interest rate risk. പോർട്ട്ഫോളിയോ മാനേജേഴ്സൊക്കെ കോൺവെക്സിറ്റി എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ടൂളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ആൻഡ് ടു മെഷർ ആൻഡ് മാനേജ് പോർട്ട്ഫോളിയോ എക്സ്പോഷർ എന്നാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിനെ പോർട്ട്ഫോളിയോ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പോർട്ട്ഫോളിയോ എക്സ്പോഷർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ടൂളായിട്ടാണ് കോൺവെക്സിറ്റിയെ പോർട്ട്ഫോളിയോ മാനേജേഴ്സൊക്കെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. നോക്കുക, ദ വാല്യൂ ഓഫ് കോൺവെക്സിറ്റി. നോക്കുക, സപ്പോസ് വി ഹാവ് ടു ബോണ്ട് വിത്ത് ദ സെയിം ഡ്യൂറേഷൻ ആൻഡ് ദ സെയിം റിക്വേർഡ് yield. അതായത് നമുക്ക് രണ്ട് ബോണ്ട് ഉണ്ട്, അതായത് എന്താണ് ഡ്യൂറേഷനും അതിൻ്റെ എന്താണ് റിക്വേർഡ് റേറ്റ് yield എന്താണ് ഈക്വലാണ്. അങ്ങനെ രണ്ട് ബോണ്ട് ഉണ്ട്, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. നമുക്ക് ബോണ്ട് എയും ബോണ്ട് ബിയും. നോട്ടീസ് എന്താണ്, ബോണ്ട് ബി ഈസ് മോർ കർവ്ഡ്. ഇവിടെ എന്താണ്, രണ്ട് ബോണ്ടിൽ ഏതാണ്, ബോണ്ട് ബി ആണ് കൂടുതൽ കർവ് ചെയ്തിട്ടുള്ളത്. കോൺവെക്സ് കുറച്ചും കൂടി കൂടുതലുള്ളത് ബോണ്ട് എയെക്കാട്ടിലും കൂടുതലുള്ളത് ഇതിനാണ്, ബോണ്ട് ബിക്കാണ്. ഇഫ് yield റൈസ് ദ ബോണ്ട് ബി വിൽ ഫാൾ ലെസ് ദാൻ ബോണ്ട് എ. അതായത് yield കൂടുകയാണ് എങ്കിൽ ഇവിടെ ബോണ്ട് ബി ആണ് എന്ത് ചെയ്യുക, ബോണ്ട് എനേക്കാളും കുറഞ്ഞ രീതിയിൽ ഫാൾ ചെയ്യുക എന്നാണ് ബോണ്ട് ബി ആണ്. മീൻസ് എന്താണ്, ബോണ്ട് എ ആണ് കൂടുതൽ എന്ത് ചെയ്യുക, ഫാളോ ചെയ്യുക. ഇഫ് yield ഫാൾസ് ബോണ്ട് ബി വിൽ റൈസ് മോർ ദാൻ ബോണ്ട് എ. അതായത് ബോണ്ട് എന്താണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണല്ലോ yield അതേപോലെ എന്താണ് പ്രൈസും.
അതേപോലെ yield ഫാൾ ആവുകയാണെങ്കിൽ ഇവിടെ ബോണ്ട് ബി എന്ത് ചെയ്യും, കൂടുതലായിട്ട് എന്ത് ചെയ്യും, എനേക്കാട്ടിലും കൂടുതൽ റൈസ് ചെയ്യുക. ഏതാണ്? ബോണ്ട് ബി ആണ്. ദാറ്റ് ഈസ് ഇഫ് yield ചേഞ്ച് ഫ്രം Y0 ബോണ്ട് ബി വിൽ ആൾവേസ് ബി വർത്ത് മോർ ദാൻ ബോണ്ട് എ. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ Y0 എന്ന് പറയുന്നത് ടാൻജൻറ്റ് പോയിൻ്റാണ്. ഈ ടാൻജൻറ്റ് പോയിൻറ്റിനേക്കാളിലും കൂടുതൽ എന്ത് ചെയ്യുകയാണെങ്കിൽ yield മാറ്റമുണ്ടാവുകയാണെങ്കിൽ, yield മാറ്റമുണ്ടാവുകയാണെങ്കിൽ ഇവിടെ ബോണ്ട് എനേക്കാട്ടിലും കൂടുതൽ വർത്ത് ഏതാണ്? ബോണ്ട് ബി ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം, കോൺവെക്സിറ്റി ഹാസ് വാല്യൂ എന്നുണ്ട്. കോൺവെക്സിറ്റിക്ക് എന്തുണ്ട്? വാല്യൂ ഉണ്ട്. ഇൻവെസ്റ്റേഴ്സ് വിൽ പേ ഫോർ കോൺവെക്സിറ്റി ഇഫ് ലാർജ് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ് ആർ എക്സ്പെക്റ്റഡ്. എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്തിന് പേ ചെയ്യാം? കോൺവെക്സിറ്റിക്ക് എന്ത് ചെയ്യുക? പേ കൊടുക്കുക. അതായത് മീൻസ് എന്ത് ചെയ്യുക? അക്സെപ്റ്റിംഗ് എന്താണ്? ലോവർ yield. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് എന്താണ്? ദ വാല്യൂ ഓഫ് കോൺവെക്സിറ്റി. അപ്പം കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. സോ നോക്കുക, പോസിറ്റീവ് കോൺവെക്സിറ്റി. കോൺവെക്സിറ്റി ക്യാൻ ബി ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. As interest rate falls, the price of the bond will rise at an increasing rate, but when rate increases, the price will fall at a declining rate. നോക്കുക, ആസ് ഇൻട്രസ്റ്റ് റേറ്റ് ഫാൾസ്, ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്ന സമയത്ത്, ഫോൾ ചെയ്യുന്ന സമയത്ത്, ദ പ്രൈസ് ഓഫ് ദ ബോണ്ട് വിൽ റൈസ്. എന്ത് ചെയ്യുന്നു? ബോണ്ടിൻ്റെ വില എന്ത് ചെയ്യുന്നു? കൂടുന്നു. അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റിൽ എന്ത് ചെയ്യുന്നു? ബോണ്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ബട്ട് വെൻ റേറ്റ്സ് ഇൻക്രീസസ്, ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്ന സമയത്ത്, കൂടുന്ന സമയത്ത്, ദ പ്രൈസ് വിൽ ഫോൾ, പ്രൈസ് എന്ത് ചെയ്യുന്നു? ഫോൾ ചെയ്യുന്നു അറ്റ് എ ഡിക്ലൈനിങ് റേറ്റ്. ഒരു ഡിക്ലൈനിങ് റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഫോൾ ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, എ ബോണ്ട് വിത്ത് പോസിറ്റീവ് കോൺവെക്സിറ്റി വിൽ ഗെയിൻ മോർ ഇൻ പ്രൈസ് വെൻ yield ഫാൾ ദാൻ ഇറ്റ് വിൽ ലൂസ് വെൻ എന്താണ്? yield റൈസ്. അതായത് ഒരു പോസിറ്റീവ് കോൺവെക്സിറ്റി ഉള്ള ഒരു ബോണ്ട് വിൽ ഗെയിൻ മോർ ഇൻ പ്രൈസ് വെൻ yield ഫാൾസ്. അതായത് yield ഫോൾ ചെയ്യുന്ന സമയത്ത് പ്രൈസിൽ എന്ത് ചെയ്യുന്നു? കൂടുതൽ നേട്ടമുണ്ടാക്കുന്നു. ഏതിനേക്കാൾ? ഇറ്റ് വിൽ ലോസ് വെൻ എന്താണ്? yield റൈസ്. yield എന്ത് ചെയ്യുന്ന സമയത്ത്, കൂടുന്ന സമയത്ത് എന്ത് ബോണ്ട് പ്രൈസ് എത്രയാണോ നഷ്ടമാകുന്നത് അതിനേക്കാൾ കൂടുതൽ ഗെയിന് എന്തുണ്ടാക്കുന്നു? yield കുറയുന്ന സമയത്ത് പ്രൈസിൽ എന്തുണ്ടാക്കുന്നു? കൂടുതൽ ഇൻക്രീസ് ഉണ്ടാക്കുന്നു. അപ്പം അവിടെ എന്താണ്? ഗെയിൻ ആണ് ഉണ്ടാകുന്നത്. സോ ദാറ്റ് ഈസ് ദ ബോണ്ട് ഹോൾഡർ ഗെയിൻസ് മോർ വെൻ yield ഫാൾ ദാൻ ഈസ് ലോസ്റ്റ് വെൻ yield റൈസ്. അതായത് yield എന്ത് ചെയ്യുന്ന സമയത്ത്, കുറയുന്ന സമയത്ത് ബോണ്ട് ഹോൾഡർ എന്ത് ചെയ്യുന്നു? നേട്ടമുണ്ടാക്കുന്നു. ഏതിനേക്കാട്ടിലും? yield കൂടുന്ന സമയത്ത് നഷ്ടപ്പെടുത്തുന്നതിനേക്കാട്ടിലും കൂടുതൽ എന്ത് ചെയ്യുന്നു? yield കുറയുമ്പോൾ ആര് നേട്ടമുണ്ടാക്കുന്നു? ബോണ്ട് ഹോൾഡർ എന്ത് ചെയ്യുന്നു? നേട്ടം ഉണ്ടാക്കുന്നു. അടുത്ത നെഗറ്റീവ് കോൺവെക്സിറ്റി. So however, there are some bonds that exhibit negative convexity. എന്താണ്? ചില ബോണ്ടുകൾ എന്ത് എക്സിബിറ്റ് ചെയ്യുന്നു? എന്ത് കാണിക്കുന്നു? നെഗറ്റീവ് കോൺവെക്സിറ്റി കാണിക്കുന്നു. ഇൻ എ റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ് എൻവയോൺമെൻറ്റ് their price doesn't increase as fast as bonds with positive convexity, or their price may actually go down. അതായത് ഇൻ എ റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ് എൻവയോൺമെൻറ്റ്, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്ന സമയത്ത് കൂടുതൽ അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റിൽ അവയുടെ പ്രൈസ് എന്ത് ചെയ്യുന്നില്ല? ദെയർ പ്രൈസ് ഡസിൻറ്റ് ഇൻക്രീസ് ആസ് ഫാസ്റ്റ് ആസ് എന്നാണ് ബോണ്ട് വിത്ത് പോസിറ്റീവ് കോൺവെക്സിറ്റി. പോസിറ്റീവ് കോൺവെക്സിറ്റി ഉള്ള ബോണ്ടിൻ്റെ അത്ര തന്നെ പ്രൈസ് ആരുടേത് എന്ത് ചെയ്യുന്നില്ല? നെഗറ്റീവ് കോൺവെക്സിറ്റി ഉള്ള ബോണ്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുന്നില്ല? ഇൻക്രീസ് ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ ദെയർ പ്രൈസ് മേ ആക്ച്വലി ഗോ ഡൗൺ എന്നാണ്, അവരുടെ പ്രൈസ് എന്താ ചെയ്യുന്നത്? താഴേക്ക് വരികയാണ് ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. ദിസ് ഓഫൺ ഒക്കേഴ്സ് വിത്ത് കോളബിൾ ബോണ്ട്സിൽ. എന്താണ്? കോളബിൾ ബോണ്ട്സിലാണ് സാധാരണയായി കാണാറുള്ളത്. ഇൻ വിച്ച് ദ ഇഷ്യൂവർ ഈസ് മോർ ലൈക്ലി ടു കോൾ ഓർ ബൈ ബാക്ക് ബോണ്ട്സ് വിത്ത് എന്താണ്? ഹയർ കൂപ്പൺ റേറ്റ്. കാരണം എന്താണ്? കളബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഇഷ്യൂവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാവുന്നതാണ്? തിരിച്ചു വിളിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂപ്പൺ റേറ്റ് എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും. ദെൻ കാൽക്കുലേഷൻ ഓഫ് എന്താണ്? കോൺവെക്സിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? വി മൈനസ് എന്താണ്? വി പ്ലസ് മൈനസ് എന്താണ്? 2V0/2.
2v0 ഇൻറ്റു dy എന്താണ് ഹോൾ സ്ക്വയർ ആകുമ്പോൾ നോക്കുക v ഈസ് ഈക്വൽ ടു v മൈനസ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് പ്രൈസ് ഇഫ് yield ഡിക്രീസസ് ബൈ എന്താണ് ഗിവൺ എമൗണ്ട്. ദെൻ എന്താണ് v പ്ലസ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് പ്രൈസ് ഇഫ് yield ഇൻക്രീസസ് ബൈ എ ഗിവൺ എമൗണ്ട്. ദെൻ എന്താണ് v0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഒബ്സർവ്ഡ് എന്താണ് ബോണ്ട് പ്രൈസ് ആണ്. dy എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ എന്താണ് റിക്വയർഡ് yield ഇൻ ഡെസിമൽ ഫോം. ഓക്കെ, ദ നെക്സ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ പറയുന്നത് ബോണ്ട് ഇമ്മ്യൂണൈസേഷൻ. Bond immunization is a strategy used to reduce the interest rate risk in a bond portfolio. As in a medicine, the use of the word immunization refers to reducing risk through preventive action. So, bonds are typically stable from day to day, but they are exposed to interest rate risk. Bond immunization is a strategy used to reduce the interest rate risk in a bond portfolio. ഒരു ബോണ്ട് പോർട്ട്ഫോളിയോയിൽ എന്ത് ചെയ്യാൻ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് റെഡ്യൂസ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ബോണ്ട് ഇമ്മ്യൂണൈസേഷൻ. ആസ് ഇൻ ദ മെഡിസിൻ, ദ യൂസ് ഓഫ് വേർഡ് ഇമ്മ്യൂണൈസേഷൻ റെഫേഴ്സ് ടു റെഡ്യൂസിങ് റിസ്ക് ടു പ്രിവെൻറ്റീവ് ആക്ഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ മെഡിസിനിൽ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തിയാണ് അല്ലേ. അപ്പോൾ ആ പ്രതിരോധ ശക്തി നമ്മൾ എന്ത് ചെയ്യുക, പ്രിവെൻറ്റീവ് ആക്ഷനിലൂടെ വർദ്ധിപ്പിക്കാനാണ്. നമ്മളിപ്പോൾ കൊറോണയ്ക്കുള്ള സമയത്ത് നമ്മളോട് കാര്യമായിട്ട് പറയുന്നത് എന്താണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനാണ് അല്ലേ. എന്താണ് നാരങ്ങ വെള്ളം, അതേപോലെ തന്നെ വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ. നാരങ്ങ വെള്ളം കുടിക്കുക, അതേപോലെ തന്നെ എന്താണ് ഇഞ്ചിയൊക്കെ നല്ലോണം എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അതൊക്കെ മഞ്ഞൾ, അതേപോലെ തന്നെ അതൊക്കെ നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന പദാർത്ഥങ്ങളാണ്. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി കൂട്ടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, രോഗത്തെ എന്ത് ചെയ്യാം, പ്രതിരോധിക്കാം. അതേപോലെ എന്ത് ചെയ്യുക, ഒരു പോർട്ട്ഫോളിയോയിൽ എന്ത് ചെയ്യുക, പോർട്ട്ഫോളിയോയുടെ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിനെതിരെ പോർട്ട്ഫോളിയോ ഇമ്മ്യൂൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം, ഇമ്മ്യൂണൈസേഷൻ്റെ ഉദ്ദേശം. സോ ബോണ്ട്സ് ആർ ടിപ്പിക്കലി സ്റ്റേബിൾ ഫ്രം ഡേ ടു ഡേ, ബട്ട് ദേ ആർ എക്സ്പോസ്ഡ് ടു എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. എന്താണ് ആസ് കൺസേൺഡ് ഇക്വിറ്റി ഷെയർസ് ഒക്കെ ആണെങ്കിൽ എന്താണ് ബോണ്ട്സ് എന്താണ് സ്റ്റേബിളാണ്. പക്ഷേ എന്നിരുന്നാലും അവ എന്തിന് വിധേയമാണ്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിന് വിധേയമാണ്. സോ വിതൗട്ട് ഇമ്മ്യൂണൈസേഷൻ റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ് സെൻഡ് എന്താണ് ബോണ്ട് വാല്യൂസ് ഡൗൺ. എന്താണ് അപ്പം ഈ ഇമ്മ്യൂണൈസ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും അത് ബോണ്ട് വാല്യൂവിൽ എന്ത് ചെയ്യുകയും ചെയ്യും, ബാധിക്കുകയും ചെയ്യും. സോ ബോണ്ട് ഇമ്മ്യൂണൈസേഷൻ ക്യാൻ റെഡ്യൂസ് ദ പ്രൈസ് സെൻസിറ്റിവിറ്റി ഓഫ് എ ബോണ്ട് പോർട്ട്ഫോളിയോ ടു റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. സോ ബോണ്ട് ഇമ്മ്യൂണൈസേഷൻ ക്യാൻ റെഡ്യൂസ് എന്താണ് ബോണ്ടിൻ്റെ പ്രൈസ് സെൻസിറ്റിവിറ്റി ബിയോണ്ട് ഇമ്മ്യൂണൈസേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യുവാൻ സാധിക്കും. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഇമ്മ്യൂണൈസ് പോർട്ട്ഫോളിയോ യൂസിങ് എന്താണ് ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ ക്രെഡിറ്റ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യണത്, പോർട്ട്ഫോളിയോനെ എന്ത് ചെയ്യണത്, ഇമ്മ്യൂണൈസ് ചെയ്യുന്നത്. So bond immunization is an investment strategy used to minimize the interest rate of bond investment by adjusting the portfolio duration to match the investor's investment time horizon. അപ്പോൾ എന്താണ്, ബോണ്ട് ഇമ്മ്യൂണൈസേഷൻ ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ബോണ്ട് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ടു മിനിമൈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ്, ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എന്ത് ചെയ്യാൻ, ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മിനിമൈസ് ചെയ്യുവാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ്, ബൈ അഡ്ജസ്റ്റിംഗ് ദ പോർട്ട്ഫോളിയോ ഡ്യൂറേഷൻ. എന്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, പോർട്ട്ഫോളിയോ ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ടു മാച്ച് ദ ഇൻവെസ്റ്റേഴ്സ്. എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം ഹൊറൈസൺ, ഇൻവെസ്റ്റേഴ്സിൻ്റെ ടൈം ഹൊറൈസണും അതേപോലെ എന്താണ് പോർട്ട്ഫോളിയോ ഡ്യൂറേഷനും എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോണ്ട് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. So bond immunization is an investment strategy used to minimize the interest rate of bond investment by adjusting the portfolio duration to match the investor's investment time horizon. A portfolio is immunized when its duration equals
ദ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ടൈം ഹൊറൈസൺ എന്താണ് ഒരു പോർട്ട്ഫോളിയോ എന്ത് ചെയ്യുന്നത് ഇമ്മ്യൂണൈസ് ചെയ്യുന്നത് എപ്പോഴാണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്തിനോട് ഈക്വൽ ആവുന്നത് ഇൻവെസ്റ്റേഴ്സ് ടൈം ഹൊറൈസണോട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈക്വൽ ആവുന്നത്. സോ മെയിൻറ്റെയിനിങ് ആൻ ഇമ്മ്യൂണൈസ്ഡ് പോർട്ട്ഫോളിയോ മീൻസ് റീബാലൻസിങ് ദ പോർട്ട്ഫോളിയോസ് ആവറേജ് ഡ്യൂറേഷൻ every time interest rate change so that the average duration continues to equal to the investor's time horizon. അതായത് മെയിൻറ്റെയിനിങ് ആൻ ഇമ്മ്യൂണൈസ്ഡ് പോർട്ട്ഫോളിയോ മീൻസ് ഒരു ഇമ്മ്യൂണൈസ്ഡ് പോർട്ട്ഫോളിയോ എന്ത് ചെയ്യുക മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക എന്നാണ് റീബാലൻസിങ് ദ പോർട്ട്ഫോളിയോസ് ആവറേജ് ഡ്യൂറേഷൻ എവറി ടൈം ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ്. ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് പോർട്ട്ഫോളിയോയുടെ ആവറേജ് ഡ്യൂറേഷൻ എന്ത് ചെയ്യുക റീബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സോ ദാറ്റ് ദ ആവറേജ് ഡ്യൂറേഷൻ കണ്ടിന്യൂസ് ടു ഈക്വൽ ടു ഇൻവെസ്റ്റേഴ്സ് ടൈം ഹൊറൈസൺ. അപ്പം ഈ ആവറേജ് ഡ്യൂറേഷൻ എന്ത് ചെയ്യും ഇൻവെസ്റ്റേഴ്സിൻ്റെ എന്താണ് ടൈം ഹൊറൈസണിലേക്ക് എന്ത് ചെയ്യും അതിന് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. then നോക്കുക എന്താണ് പ്രോസസ് ഓഫ് എന്താണ് ഇമ്മ്യൂണൈസേഷൻ. ഹിയർ കൂപ്പൺ റേറ്റ് റിസ്ക് ആൻഡ് ദ പ്രൈസ് റിസ്ക് ക്യാൻ ബി മെയ്ഡ് ടു ഓഫ്സെറ്റ് ഈച്ച് അതർ. എന്താണ് ഇവിടെ എന്താണ് കൂപ്പൺ റേറ്റ് റിസ്ക്കും അതേപോലെ തന്നെ പ്രൈസ് റിസ്ക്കും എന്താണ് ഓഫ്സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കുക വെൻ ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ദ പ്രൈസ് ഓഫ് ദ ബോണ്ട് ഫാൾസ്. എന്താണ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യുന്ന സമയത്ത് വർദ്ധിക്കുന്ന സമയത്ത് ബോണ്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും ഫോൾ ചെയ്യും. സോ അറ്റ് ദ സെയിം ടൈം ദ ന്യൂലി ഇഷ്യൂഡ് ബോണ്ട് ഓഫർ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്. എന്താണ് പുതുതായിട്ട് എന്ത് ചെയ്യുന്ന സമയത്ത് പുതുതായിട്ട് എന്ത് ചെയ്യുന്നത് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിന് എന്തായിരിക്കും നല്ല അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് എന്തായിരിക്കും അധികമായിരിക്കും. കാരണം മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്തു കൂടി. The coupon rate can be reinvested. Issued bonds offer higher interest rate and the loss that occur due to fall in the price of bond can be offset and the portfolio is said to be immunized. അതായത് നമ്മുടെ കൂപ്പൺ റേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു റീഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ റീഇൻവെസ്റ്റ് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു. അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് നമ്മളുടെ കൂപ്പൺ റേറ്റ് എന്ത് ചെയ്യുന്നു നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ ബോണ്ട് വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു റീഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടും ഹയർ റിട്ടേൺ എന്ത് ചെയ്യും കിട്ടും. അങ്ങനെ നമ്മളുടെ എന്ത് ചെയ്യും നഷ്ടം എന്ത് ചെയ്യുന്നു ഇമ്മ്യൂണൈസ് ലോസ് ഓഫ് എന്താണ് ഫോൾ ഇൻ ഇൻട്രസ്റ്റ് എന്താണ് എന്ത് ചെയ്യുന്നു എങ്ങനെ ഇമ്മ്യൂണൈസ് ചെയ്യുന്നു. അപ്പം ഈ കൂപ്പൺ റേറ്റ് കുറഞ്ഞതിലുള്ള എന്താണ് നഷ്ടം നമുക്ക് എവിടെ കൂടുതൽ എങ്ങനെ ഓഫ്സെറ്റ് ചെയ്തു പോകും പുതിയ ബോണ്ടിൽ എന്ത് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഹയർ കൂപ്പൺ റേറ്റ് ആയിരിക്കും. ആ രീതിയിൽ എന്ത് ചെയ്തു പോകും ഇമ്മ്യൂണൈസ് ചെയ്ത് പോകും. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്താണ് എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലൊരു ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആ 5 വർഷത്തെ കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണം കുറച്ച് എമൗണ്ട് അല്ലെങ്കിൽ ഒരു എമൗണ്ട് എന്ത് ചെയ്യണം എനിക്ക് ഫണ്ടായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആ 5 വർഷമാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ടൈം ഹൊറൈസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സ് ടൈം ഹൊറൈസണോട് ഈക്വലാക്കി എന്ത് ചെയ്യുക ബോണ്ട് ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. ആ രീതിയിൽ ബോണ്ട് ഡ്യൂറേഷൻ എന്ത് ചെയ്യുക 5 വർഷമായിട്ട് ഈക്വലൈസ് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ സ്ട്രാറ്റജിയാണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്മ്യൂണൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. കാരണം അവിടെ എന്ത് ഈക്വലായി നമ്മുടെ ആ ഫണ്ടിൻ്റെ എമൗണ്ട് 5 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു കിട്ടുന്നു. ഈ 5 വർഷത്തെ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് വ്യതിയാനങ്ങളിൽ നിന്നും ഇമ്മ്യൂണൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ പർട്ടിക്കുലർ ഫണ്ട് അവൈലബിൾ ആക്കാം. അപ്പോൾ അങ്ങനെ ഇമ്മ്യൂണൈസ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് എന്ത് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. നോക്കുക എക്സാമ്പിൾ ഇഫ് ആൻ ഇൻവെസ്റ്റർ ഹാസ് ഇൻവെസ്റ്റഡ് ഈക്വൽ എമൗണ്ട് ഓഫ് മണി ഇൻ 3 bonds namely A, B and C with the duration of 2, 3 and 4 years respectively, then the bond portfolio duration is equal to എന്താണ് 3 years. അതായത് ഇവിടെ നോക്കുക എന്താ പറഞ്ഞിട്ടുള്ളത് ഇഫ് ആൻ ഇൻവെസ്റ്റർ ഹാസ് ഇൻവെസ്റ്റഡ് ഈക്വൽ എമൗണ്ട് ഓഫ് മണി അല്ല എന്താണ് ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നു ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നു ഈക്വൽ ആയിട്ട് 3 ബോണ്ടുകൾ A, B, C എന്ന പേരുള്ള 3 ബോണ്ടുകളുടെ ഡ്യൂറേഷൻ എത്രയാണ് മെച്യൂരിറ്റി പീരീഡ് 2 വർഷം 3 വർഷം 4 വർഷം എന്നുള്ള 3 ബോണ്ടുകൾ എന്ത് ചെയ്യുന്നു ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് ഡ്യൂറേഷൻ നമുക്ക് എന്ത് ചെയ്യാം ഒന്നാമത്തെ ബോണ്ട് എന്താണ് 1/3 × 2 ആണ്. രണ്ടാമത്തെ ബോണ്ട് 1/3 × 4 ആണ്.
ദെൻ മൂന്നാമത്തെ ബോണ്ട് എന്താണ് 1/3 ഇൻറ്റു എന്താണ് 3 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഡിപ്പെൻസ് എന്താണ് ആ രീതിയിലാണ്. അപ്പോൾ ഇവിടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്, ഈ ഡ്യൂറേഷൻ, അതായത് ഇവിടെ ഓൾ ടുഗദർ നമുക്ക് എന്ത് കിട്ടും, 4 വർഷം എടുത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക അതിൻ്റെ എമൗണ്ട് കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ ബോണ്ട് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്, അത് നമുക്ക് എന്ത് കിട്ടുന്ന ഡ്യൂറേഷനാണ് നമ്മളുടെ എന്താണ് കോസ്റ്റ് ഓഫ് ബോണ്ട് ക്യാഷ് ഫ്ലോസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ തിരിച്ച് എടുക്കുന്ന സമയത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ബോണ്ട് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഈ 3 ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഓൾ ടുഗദർ എന്താണ് 4 വർഷം വരെയുള്ള എന്താണ് മെച്യൂരിറ്റി പീരീഡ് നമുക്ക് എന്താണ് 3 വർഷം, അതായത് 2.77 ഇയേഴ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ക്യാഷ് ഫ്ലോസിലൂടെ നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചു കിട്ടും. ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. So when you immunize your bond portfolio, you lock in a fixed rate of return during the span of your investment horizon. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നതിലൂടെ ഒരു ബോണ്ട് പോർട്ട്ഫോളിയോ ഇമ്മ്യൂണൈസ് ചെയ്യുന്നതിലൂടെ യു ലോക്ക് ഇൻ എ ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ. എന്താണ്, നമ്മളൊരു റേറ്റ് ഓഫ് റിട്ടേൺ എന്ത് ചെയ്യുന്നു, നമ്മൾ ലോക്ക് ചെയ്യുകയാണ്. എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈം ഹൊറൈസൺ, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്രയാണോ മെച്യൂരിറ്റി പീരീഡ്, ആ പീരീഡിൽ നമ്മളൊരു അഷ്വേർഡ് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ലോക്ക് ചെയ്യുകയാണ്. ഇൻ ദിസ് കേസ് യു ആർ ഇമ്മ്യൂൺ ഫ്രം ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് റിസീവ് ദാറ്റ് സ്പെസിഫൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെതിരെ നമ്മൾ ഇമ്മ്യൂൺ ചെയ്യുകയാണ്, നമ്മൾ പ്രതിരോധിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ടു റിസീവ് ദ സ്പെസിഫൈഡ് റേറ്റ്, നമുക്ക് ആവശ്യമുള്ള സ്പെസിഫൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇമ്മ്യൂണൈസേഷനിലൂടെ ഇമ്മ്യൂൺ ചെയ്യുന്നു. ദിസ് സ്ട്രാറ്റജി ഈസ് സ്പെസിഫിക്കലി അപ്രോപ്രിയേറ്റ് വെൻ യു നീഡ് ടു ഫണ്ട് എ ലയബിലിറ്റി ഇൻ ദി എന്താണ് ഫ്യൂച്ചറിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ലയബിലിറ്റിക്ക് എന്തുണ്ട് എങ്കിൽ ആവശ്യമുണ്ട്, ഒരു എമൗണ്ട് നമുക്ക് എന്തുണ്ട് ആവശ്യമുണ്ട് എങ്കിൽ അല്ലേ, നമുക്കൊരു 5 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ വീടൊന്ന് റെനോവേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ആവശ്യമുണ്ട്, ഫണ്ട് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു 5 വർഷത്തേക്ക്, ആ ഒരു 5 വർഷം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 2 ലക്ഷം രൂപ ആവശ്യമുണ്ട് എന്ന് വെക്കുക. ആ 2 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യുക, ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തിന് സാധ്യതയുണ്ട്, ഈ 5 വർഷത്തിനുള്ളിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഫ്ലക്ച്വേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷനെ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ സ്ട്രാറ്റജിയിലൂടെ എന്ത് ചെയ്യുന്നു, ഇമ്മ്യൂൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് എന്താണ് ഇമ്മ്യൂണൈസേഷൻ. നമുക്ക് എന്താണ് ഇമ്മ്യൂണൈസേഷൻ, ദ കോപ്പൺ ബോണ്ട് ഫുള്ളി എന്താണ് ഫണ്ട്സ് ഓൺ ദി എന്താണ് ഒബ്ലിഗേഷൻ അറ്റ് എൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് എന്താണ് 8% എന്നാണ്. 8%ലാണ് എന്ത് ചെയ്യുന്നത്, ഫണ്ട് എന്ത് ചെയ്യുന്നത്, റേറ്റ് എന്ന് പറയുന്നത്. മോർ ഓവർ ദ പ്രസൻറ്റ് വാല്യൂ കർവ്സ് എന്താ ചെയ്യുന്നത്, ആർ ടാൻജൻ്റ് ആയിട്ട് എന്താണ് 8%, 8% അവിടെ എന്താണ് ബോണ്ട്, അതേപോലെ കൂപ്പൺ ബോണ്ടും പ്രസൻറ്റ് വാല്യൂ കർവും എന്താണ് ടാൻജൻ്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഒബ്ലിഗേഷൻ വിൽ റിമെയിൻ ഫുള്ളി ഫണ്ടഡ് ഈവൺ ഇഫ് എന്താണ് ചേഞ്ചസ് ബൈ എന്താണ് സ്മോൾ എമൗണ്ട്. അതായത് റേറ്റിൽ എന്താണ് വ്യത്യാസം ഉണ്ടാവുമെങ്കിൽ പോലും എന്ത് ചെയ്യും, ഒബ്ലിഗേഷനിൽ എന്തുണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, അതായത് എന്തുണ്ടാവില്ല, നമ്മൾ അവിടെ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റിലെ ചേഞ്ച് കൊണ്ട് നമ്മളുടെ കൂപ്പൺ റേറ്റ് എന്തായി പ്രൊട്ടക്റ്റ് ചെയ്തു. ഓക്കെ, so that's all for today. If you have any doubt, you can clarify.